എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. സ്നാക്കായും ഗസ്റ്റ് വരുമ്പോഴും വേണമെങ്കിൽ ഡിന്നറായും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. പിസ്സ ബന്നിൻ്റെ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. ഓവനൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു നല്ല പിസ്സ ബന്ന്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണിത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 3 കൂടി ഒന്നിച്ച് ചതച്ചെടുത്തതാണ്. പച്ചമുളക് ചേർക്കുന്നില്ലെങ്കിൽ ചേർക്കണ്ട, ഇഞ്ചി വെളുത്തുള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ തന്തൂരി മസാല, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാതെ കട്ടത്തൈര്, 1 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ തന്തൂരി മസാല കയ്യിലില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ മുളക് പൊടിൻ്റെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ. അങ്ങനെ എല്ലാം കൂടി ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് 2.5 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് അളന്നിട്ടാണ് എടുത്തിന്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1/2 ടീസ്പൂൺ ഒറിഗാനോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പാൽപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ 1 കപ്പ് ചെറു ചൂടുള്ള പാലാണ് എടുത്തിന്. അതിൽ നിന്ന് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണം. അപ്പോൾ 1 കപ്പ് പാലിൽ നിന്ന് 1/4 കപ്പ് പാൽ ഞാൻ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒന്ന് കുഴച്ച് നോക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. എത്ര പാലായി എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. ഓരോ പൊടിക്കും അളവിൽ വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ ചെറു ചൂടുള്ള പാൽ തന്നെ എടുക്കുക. പാലിന് പകരം വേണമെങ്കിലും ചൂടുവെള്ളം വെച്ചിട്ടും നമുക്കിത് കുഴച്ചെടുക്കാം. പാലിലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ചൂടുള്ള പാൽ തന്നെ എടുക്കുക. തീരെ ചൂടില്ലാണ്ടും ആവരുത്, നല്ലോണം ചൂടുമായി പോകരുത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ ഒരു മാവ് പൊങ്ങി കിട്ടൂല. ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് ഞാനിതാ മാവെല്ലാം ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കയ്യിൽ നല്ല ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലായിരിക്കും. അന്നേരം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റോളം നന്നായിട്ട് കുഴച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് മാവ് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആയാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ബന്നും നല്ല സോഫ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതാ 2-3 മിനിറ്റോളം നന്നായിട്ട് കുഴച്ച് മാവെല്ലാം ഇതുപോലെ നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂണോളം ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കവർ ചെയ്ത് പൊങ്ങി ഡബിൾ സൈസ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ പൊങ്ങി കിട്ടും. തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 2-3 മണിക്കൂറൊക്കെ ആവും പൊങ്ങി കിട്ടാൻ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്, അപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് പൊങ്ങി കിട്ടും. ഒരു മാവ് കുഴച്ചെടുക്കാനായിട്ട് എനിക്ക് പാല് വേണ്ടി വന്നത് 1 കപ്പ് 2 ടേബിൾ സ്പൂണുമാണ്. മാവ് പൊങ്ങാനായിട്ട് വെച്ചിട്ട് 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഞാനിതാ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ 15 മിനിറ്റെല്ലാം കഴിയുമ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വാളിയും ക്യാപ്സിക്കും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഞാനിതാ സോസാണ് റെഡിയാക്കുന്നത്. ഒന്നിക്കിൽ പിസ്സ സോസ് കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ സോസ് റെഡിയാക്കിയാൽ മതി. കുറച്ച് കെച്ചപ്പ്, കുറച്ച് ചില്ലി ഗാർലിക് സോസ്, പിന്നെ കുറച്ച് ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പിസ്സ സോസിനേക്കാളും അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിസ്സയൊക്കെ ഈ ഒരു സോസ് വെച്ചിട്ടാണ് ഇപ്പം ചെയ്യൽ. മുമ്പൊക്കെ പിസ്സ സോസ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയിട്ടായിരുന്നു ചെയ്യൽ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളടുത്ത് ഈ ഒരു ചില്ലി ഗാർലിക് സോസ് ഒന്നും ഇല്ലെങ്കിൽ വെറും കെച്ചപ്പ് സ്പ്രെഡാക്കി കൊടുത്താലും മതി. അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ മാവെല്ലാം പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് മാവ് കുഴച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് ഇത് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റാം. നമ്മൾ ചപ്പാത്തിക്കെല്ലാം അങ്ങനെയാണോ ഉരുളകളാക്കി എടുക്കുന്നത്, ആ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് മുഴുവനും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും കേട്ടോ. ആ ഒരു സമയത്താണ് നമ്മളിത് പരത്തി എടുക്കുന്നത്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരു ചെറിയ പൂരിൻ്റെ വലുപ്പത്തിലൊക്കെ ഒന്ന് പരത്തി എടുക്കുക. പിന്നെ ഞാനിതിലേക്ക് മൈദ തൂകുന്നില്ല കേട്ടോ. മൈദ തൂകിക്കഴിഞ്ഞാൽ നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ശരിക്കും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ മൈദ തൂകാണ്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നമ്മൾ ചെറിയൊരു പൂരിൻ്റെ എല്ലാം ആ ഒരു വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കുക, അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്താലും മതി. ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കിയെടുത്ത സോസിൽ നിന്ന് കുറച്ച് സോസ് ഒന്ന് ഇതുപോലെ സ്പ്രെഡാക്കി കൊടുക്കുക. ആ ഒരു നടുഭാഗത്ത് മാത്രം സ്പ്രെഡാക്കി കൊടുക്കുക. പിന്നെ
നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു സവാളയും ക്യാപ്സിക്കും ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ചിക്കൻ്റെ പീസും ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇതുപോലെ തന്നെ മസാല ആക്കിയിട്ട് പൊരിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാം. അങ്ങനെ ഇതാ ചിക്കനും സവാളയും ക്യാപ്സിക്കും എല്ലാം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മൊസറല്ല ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഒറിഗാനോ കൂടെ ഇട്ടിട്ട് ഇതുപോലെ കയ്യിൽ എടുത്തിട്ട് ഒട്ടും ഫില്ലിങ് പുറത്ത് കാണാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ മൈദപ്പൊടി ഇട്ടിട്ട് പരത്തി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഒട്ടിക്കിട്ടൂല. അതുകൊണ്ട് പൊടി ഇടാണ്ട് പരത്തിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ ഇതാ നന്നായിട്ട് തന്നെ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. എന്നിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതാ ഒരു ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. എണ്ണം കൂടെ റെഡിയാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ പരത്തുന്ന സമയത്ത് നല്ലോണം കനം കുറച്ച് പരത്തരുത്. ചെറിയൊരു തിക്നെസ്സിലാണ് കേട്ടോ പരത്തിയെടുക്കേണ്ടത്. നല്ലോണം കനം കുറച്ച് പരത്തി കഴിഞ്ഞാൽ നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഫില്ലിങ് ഇങ്ങനെ പുറത്തേക്ക് വരും കനം കുറച്ചിട്ടാകുമ്പോൾ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം കുറച്ച് സോസ് വെച്ച് കൊടുക്കുക. പിന്നെ ഉള്ളിയും ക്യാപ്സിക്കും ചിക്കനും അതുപോലെ തന്നെ കുറച്ച് ചീസും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് വെച്ചിട്ട് പിന്നെ പച്ചമുളക് എരിവ് വേണ്ടുന്നവർക്ക് പച്ചമുളക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും ഒട്ടിച്ചതിന് ശേഷം ഉരുട്ടി ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കുക. അങ്ങനെ എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. അങ്ങനെ എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. റെഡിയാക്കിയതിന് ശേഷം ഞാനിത് ഒരു 5 മിനിറ്റോളം ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. ഇനി ഞാനിതാ കുറച്ച് ബട്ടറിലേക്ക് ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിച്ചപ്പും കട്ട് ചെയ്തതിന് ശേഷം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് റെഡിയാക്കുന്നത് ആ ഒരു പാന് ഞാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഈ മെൽറ്റ് ചെയ്ത ബട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. കുറച്ച് ബട്ടർ എടുത്തിട്ട് അതിൽ ചില്ലി ഫ്ലേക്സും മല്ലിച്ചപ്പും ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഞാൻ ഓവനിലാണ് ചൂടാക്കി എടുത്തത്. അപ്പോൾ ബട്ടർ സ്പ്രെഡാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഓരോ ബോൾസും ഇതുപോലെ വെച്ച് കൊടുക്കുക. എത്ര എണ്ണാണോ വെക്കാൻ പറ്റുക അത്രയും വെച്ച് കൊടുക്കുക. പിന്നെ ചെറിയ തീയിൽ വെക്കുക കേട്ടോ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളൊന്നും വെന്ത് കിട്ടൂല. അതുകൊണ്ട് ചെറിയ തീയിൽ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ആ ഒരു മെൽറ്റ് ചെയ്ത ബട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ തന്നെ ഇതൊരു 10 മിനിറ്റ് അടച്ച് വെക്കുക. തീ കൂട്ടി വെക്കരുത്, അങ്ങനെയാകുമ്പോൾ അടിഭാഗം കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് ഈ തീയിൽ ഒരു 10 മിനിറ്റോളം അടച്ച് വെക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഞാൻ കുറച്ചെണ്ണം ഓവനിലും ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓവനിൽ വെക്കുന്ന പാനിലേക്ക് അല്പം ബട്ടർ സ്പ്രെഡാക്കിയതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് മുകളിലും ബട്ടർ സ്പ്രെഡാക്കിയതിന് ശേഷം 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റാക്കിയ ഓവനിൽ ഇത് വെച്ചതിന് ശേഷം 180 ഡിഗ്രിയിൽ തന്നെ ഒരു 15 to 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് റെഡിയായി കിട്ടും. നല്ലൊരു കളറെല്ലാം മാറി റെഡിയായി കിട്ടും. അപ്പോൾ അത് അവിടുന്ന് ആവട്ടെ. ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ അടുപ്പത്ത് വെച്ചത് 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടിട്ടും ചെറിയ തീയിൽ തന്നെ ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോഴത്തേക്ക് നന്നായിട്ട് റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ മറിച്ചിട്ടിട്ടും ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതാ അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആവാനായിട്ട് 20 മിനിറ്റാണ് കേട്ടോ പാനിൽ. ഓവനിലും അതുപോലെ തന്നെ 15 to 20 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് കളറെല്ലാം മാറി റെഡിയായി കിട്ടും. ഓവനില്ലാത്തവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി പാനിൽ നിന്നും നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു സർവിങ് പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ചൂടോടെ തന്നെ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് ഓവനിൽ ബേക്ക് ചെയ്തതാണ്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ടേനു. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് സർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഞാൻ ഇതുപോലെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ബട്ടർ സ്പ്രെഡ് ചെയ്താൽ മുകൾ ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പിസ്സ ബന്നാണിത്. ചായൻ്റെ കൂടെയായാലും ഡിന്നറിനായാലും ഗസ്റ്റെല്ലാം വരുമ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബന്ന റെസിപ്പിയാണ്. ഇതാ നമ്മൾ പാനിൽ റെഡിയാക്കിയതാണ് ഈ കട്ട് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ഉള്ളെല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.